കേന്ദ്ര സർക്കാർ കേരളത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുവെന്ന് കേന്ദ്രമന്ത്രി വി.കെ. സിംഗ്. എന്നാൽ തെറ്റു ചെയ്യുന്നത് കേരള സർക്കാർ എന്നും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ മാറ്റിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊണ്ടോട്ടി എടവണ്ണപ്പാറയിൽ നടന്ന ലീഡേഴ്സ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം എടവണ്ണപ്പാറയിൽ NDA ലീഡേഴ്സ് മീറ്റിനെത്തിയ കേന്ദ്രമന്ത്രി വി.കെ. സിംഗിന് ഹൃദ്യമായ വരവേൽപ്പ് നൽകി പ്രവർത്തകരെ അനുമോദിച്ചു തുടങ്ങിയ അദ്ദേഹം ഭാരതത്തിന്റെ വികസന കുതിപ്പിനെ കുറിച്ചും വ്യക്തമാക്കി. And these have come about because we have a leader at the center who is looking at India as one. And therefore, what we are witnessing today is what Modi ji has said, that when India completes 100 years of freedom in 2047, we should be in the category of developed countries. കേന്ദ്രം വേണ്ട രീതിയിൽ പ്രാധാന്യം നൽകുമ്പോഴും കേരള സർക്കാരാണ് തെറ്റ് ചെയ്യുന്നതെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. The center has given full priority to the state of Kerala. Whatever the state needed at any time, it was given by the center. But our only problem is that the state government has not been true to its word to use these resources, to use these schemes, to use these yojanas for the betterment of people. പുതുതായി BJP-യിലെത്തിയ സേതു വി ദുജായെ കേന്ദ്രമന്ത്രി വി.കെ. സിംഗ് ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു. മാനവികതയിൽ അധിഷ്ഠിതമായ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന സംസ്കാരത്തിന്റെ കുലമാണ് ഭാരതം. ആ ഭാരതീയ സംസ്കാരത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട്, ആ മണ്ണിൽ ലയിച്ചു നിന്നുകൊണ്ട് ഈ നാടിനെയും ഈ ലോകത്തെയും നയിക്കാൻ ഒരവസരം കിട്ടുന്നു എന്നതിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. എൻ്റെ അറിവും കഴിവും മനസ്സും ഈ നാടിനു വേണ്ടി അർപ്പിക്കാൻ തയ്യാറാണെന്ന ഒരു വാഗ്ദാനവും കൂടി നൽകിക്കൊണ്ട് ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി ഞാനുമുണ്ട് കൂടെ. മലപ്പുറത്തെ മുസ്ലിം വിഭാഗത്തിനിടയിൽ വലിയ സ്വീകാര്യതയാണ് NDAക്കുള്ളതെന്ന് സ്ഥാനാർത്ഥി അബ്ദുൽ സലാമും വ്യക്തമാക്കി. ജനം, മലപ്പുറം.